ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഹെയർ കെയർ വീഡിയോ ഒന്നും അല്ല, ഇന്ന് നമുക്ക് സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നല്ല ചൂട് അനുഭവപ്പെടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ പുനലൂരാണ്, നല്ല അധികം ചൂടാണ്. അപ്പോൾ ഈ വെയിലത്ത് എത്രയൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്താലും വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും നമ്മൾ കുറച്ചെങ്കിലും ടാൻ അടിക്കാതിരിക്കത്തില്ല. അപ്പോൾ ഈ ടാനിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സൺ ടാൻ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ്. പ്രിവെൻറ്റ് ചെയ്യാൻ മീൻസ് നമുക്ക് സൺ ടാൻ അടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പോൾ ആ കരിവാളിപ്പ് ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സോപ്പാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി കണ്ടാലോ. അപ്പോൾ വായോ, നമുക്ക് ഒരുമിച്ച് സോപ്പ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ മീഷോയിൽ നിന്ന് ഒരു കട്ട ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല സോപ്പ് ബേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഞാൻ പോയി വാങ്ങിക്കാനുള്ള മടി കാരണം ഞാൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. മീഷോയിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. ക്വാണ്ടിറ്റി ഞാൻ നോക്കിയിരുന്നില്ല, റേറ്റ് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് കണ്ടത് 2 കട്ട കാണുമെന്നായിരുന്നു. പക്ഷേ എനിക്ക് വന്നത് 1 കട്ടയെ വന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ ചെറിയൊരു അമിളി പറ്റിയിട്ടുണ്ട്. അപ്പോൾ 250 ഗ്രാമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ച് എത്ര സോപ്പ് ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഒന്നാമത് സോപ്പിൻ്റെ കറക്റ്റ് മോൾഡില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പാത്രം, സ്റ്റീൽ പാത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാത്ത പാത്രമാണ് ഞാൻ അധികം ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രത്തിൽ സോപ്പൊക്കെ ഇട്ട് തിളപ്പിക്കുന്നത് വലിയ ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാത്തൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. അതായത് ഞാനത് ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് ചീകി എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഗ്രേറ്റ് ചെയ്ത് നമ്മൾ എടുക്കത്തില്ലേ, അതുപോലെ എടുത്താലും മതി. അപ്പോൾ എനിക്ക് എളുപ്പപ്പണിക്ക് ഇത് നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിൽ അലുവയൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ ഇങ്ങനെ അതിൽ വെച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ വേഗം തന്നെ നമുക്കിത് ക്യൂബാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് ക്യൂബാക്കി കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ കാലയിലേക്ക് ടാൻ കളയാൻ വേണ്ടിയിട്ട് ഈ സോപ്പ് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്താന്ന് വിചാരിച്ചത് തന്നെ. ഈ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനി ഡബിൾ ബോയിൽ ചെയ്ത് അലിഞ്ഞ് വരുമ്പം എത്ര ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഉണങ്ങിയൊരു ബീട്രൂട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നല്ല ബീട്രൂട്ട് കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ടല്ലോ, ഇതിനാവുമ്പം ഇങ്ങനെ അങ്ങ് യൂസ് ആവുമല്ലോ എന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഞാനിത് മിക്സിയിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അധികം വെള്ളം ഒഴിച്ചൊന്നുമല്ല, ഒരു ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് ഞാനിതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചിട്ട് എടുത്തിട്ട് വരാവേ. ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതിൽ മോൾഡ് ഇല്ലാത്തത് കാരണം ഇളക്കിയെടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്രാവശ്യം ഒരുപാട് എണ്ണ തടവിയിട്ട് അതിൽ ഒഴിച്ച് വെക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എങ്ങനെയാണ് വരുന്നതെന്നൊന്നും ഒരു പിടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ബീട്രൂട്ട്, അന്ന് ഞാൻ ബീട്രൂട്ട് മാത്രം ഇട്ടാണ് കേട്ടോ ഇതുണ്ടാക്കിയത്. ഇന്ന് പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ബീട്രൂട്ട് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഉണ്ട് ബീട്രൂട്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം.
അതേ നമുക്ക് ഒരു ബൗള് ബീട്രൂട്ട് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ജ്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മളിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഗ്ലിസറിനാണ്. അപ്പോൾ കാലിലൊക്കെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ ചൊറിഞ്ഞ് പൊട്ടുക, ഈ മുരിഞ്ഞിളകുക, അങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്ലിസറിനും റോസ് വാട്ടറും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ എനിക്ക് ഒരു മടിയുണ്ട്. എനിക്ക് ഈ ഡ്രൈ സ്കിന്നിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം സോപ്പാകുമ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമല്ലോ, നമുക്ക് പ്രശ്നമൊന്നും വരത്തുമില്ല. അപ്പം മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ടിപ്പ് കൂടിയാണ് ഇതിനകത്ത്. ഇതൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും നമ്മൾ കുളിക്കുമല്ലോ, കുളിക്കുമ്പോൾ ഇത് തേക്കുമ്പോൾ നമുക്ക് അതിനും ഒരു ശമനം ഉണ്ടാവുന്നതാണേ. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ സോപ്പ് ബേസിൻ്റെ പാത്രം കൂടെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പം നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഉരുകിയൊക്കെ വരുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഉരുകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാവേ. അതിന് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മോൾഡ് ഇല്ലാത്തത് കൊണ്ട് സ്റ്റീൽ പാത്രമാണ് എടുത്തേക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോപ്പ് വേഗം വിട്ട് കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുത്തത്. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണയൊന്നും ഞാൻ കഴിഞ്ഞ തവണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇളക്കിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. സോപ്പ് സെറ്റാവുകയൊക്കെ ചെയ്തു, പക്ഷേ എങ്കിലും ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നേ. ഈ 4 പാത്രം ഞാനിവിടെ റെഡിയാക്കി എണ്ണ വരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ സോപ്പ് ബേസ് ഇത്രത്തോളം ഉരുകി വന്നിട്ടുണ്ട്. ദേ ഇത് കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരുന്നതാണ്. അപ്പോൾ ദേ സൈഡിലൊക്കെ കട്ട പിടിച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി സമയം പോലും കൈ മാറ്റാൻ പാടില്ല. ഇനി നമുക്കിതിലേക്ക് ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ട് വേണം നമ്മുടെ ബീട്രൂട്ട് ജ്യൂസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ കൈ എടുക്കും തോറും അതിങ്ങനെ ചെറിയ പാട പോലെ വന്ന് കട്ടി പിടിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് നല്ല അടിപൊളി ഒരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കളറങ്ങ് പോകും കേട്ടോ. അപ്പം നമുക്ക് ചെറിയൊരു സങ്കടം തോന്നും. എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞാൽ. ഇനി നമുക്ക് ഒരു സ്പൂൺ മാത്രം കസ്തൂരി മഞ്ഞൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. കസ്തൂരി മഞ്ഞൾ വളരെയധികം നല്ലതാണെന്ന് അറിയാമല്ലോ സ്കിന്നിന്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നീറ്റിലെടുക്കുമെന്ന് പറഞ്ഞ് എന്നെ ആരും കുറ്റപ്പെടുത്താൻ വരില്ലേ. അപ്പോൾ ഞാൻ 1 സ്പൂൺ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് 1 സ്പൂൺ ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്ലിസറിൻ്റെ കൂടെ 1 സ്പൂണിൻ്റെ കൂടെ ഞാൻ 4 സ്പൂൺ റോസ് വാട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മിക്സ് ആയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രം നമുക്ക് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഒരുപാട് വെള്ളമായി പോവോ എന്നൊന്നും വിചാരിക്കേണ്ട, ഒരു പ്രശ്നമില്ല. സെറ്റാക്കി എടുത്തിട്ടുള്ള സാധനമാണ്. അപ്പം പേടിയൊന്നും വേണ്ട. ഇതിലേക്ക് റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ ഒഴിക്കുന്നുണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരുമോയെന്ന്. ഒരു സൈഡ് എഫക്ട്സും വരത്തില്ല കേട്ടോ. ഏകദേശം ഈ പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ പതിയെ അതിനിങ്ങനെ ഇറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവേ. വേറെ ഒരു കെമിക്കലും നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതേ ഞാനൊരു തവി വെച്ച് എത്ര മോൾഡിനകത്തുള്ളത് ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും ഉള്ളത് എടുത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാ പാത്രത്തിലേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സെറ്റാവാൻ വേണ്ടി ഞാൻ ആദ്യത്തെ തവണ എടുത്തപ്പോൾ 2 എണ്ണം ഉണ്ടാക്കിയതിൽ 1 എണ്ണം ഞാൻ ഫ്രിഡ്ജിലും വെച്ചു, 1 എണ്ണം ഞാൻ നോർമൽ ടെമ്പറേച്ചറിലും വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചത് എനിക്ക് കുറച്ചുകൂടി പെട്ടെന്ന് കട്ടിയായിട്ട് കിട്ടി, മറ്റേത് കുറച്ച് താമസിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ പതിയെ സെറ്റായിട്ട് വരട്ടെ, ഒരു ധൃതിയൊന്നുമില്ല. അപ്പോൾ ഞാനിത് ഒരു ദിവസം വെച്ചിട്ടുണ്ട്. അപ്പോൾ തലേന്ന് രാത്രിയിൽ ചെയ്തത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ രാവിലെ അല്ല, കുറച്ച് സമയം വെച്ചിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാത്രത്തിൽ നിന്ന് മാത്രം വിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഫ്ലാറ്റായിട്ടിരിക്കുന്ന പാത്രം കണ്ടോ, അതിൽ നിന്ന് നമുക്ക് വിട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മറ്റേത് 3 ഓക്കെ ആയിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. വേഗം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പം സൈഡൊക്കെ ഞാൻ ഒരു സൂചി വെച്ച്, സ്പൂണ് വെച്ചാണ് സാധാരണ ഞാൻ മറ്റേതിനെ ഇളക്കി കൊടുത്തത്. അപ്പം അത് കറക്റ്റ് നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് പോകുന്നതുകൊണ്ട് സൂചി ഉണ്ടല്ലോ, ചാക്ക് സൂചി, അത് വെച്ച് ഞാൻ റൗണ്ടിൽ ഇങ്ങനെ ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൂചി വെച്ച് എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് വിടുവിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒന്ന് തട്ടുമ്പോഴത്തേക്ക് അത് നമ്മുടെ കയ്യിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ലതായിട്ട് തന്നെ നമ്മുടെ
നമ്മുടെ സോപ്പ് വന്നിട്ടുണ്ട്. അപ്പം ദേ 4 എണ്ണം കൂടി ഒരുമിച്ച് വെളിയിലോട്ട് എടുത്ത് വെക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം റാപ്പിംഗ് പേപ്പർ വെച്ച് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് മടക്കി വെക്കാം. നമുക്ക് സോപ്പ് തീരുന്നതനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഇങ്ങനെയുള്ള സോപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വേറെയും സാധനങ്ങളെല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇഷ്ടമുള്ള മണത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് കെമിക്കലൊന്നും ആഡ് ചെയ്യാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയ ഒരു സോപ്പാണ്. ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നും അല്ല, നമുക്ക് ടാൻ അടിച്ചത് ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ സോപ്പാണ്. ഇതിൽ ഞാൻ ഈ ഒരു റാപ്പിംഗ് ഷീറ്റിൽ അപ്പോൾ അത് പെട്ടെന്ന് ഒട്ടിപ്പോകുന്നുണ്ട്. ഒന്നാമത് കാറ്റും കൂടെ ഉള്ളതുകൊണ്ട് വെളിയിൽ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ കാറ്റുണ്ട്. അപ്പം ഈ പേപ്പർ ഭയങ്കര തിന്നായിട്ടുള്ള പേപ്പറാണല്ലോ, പേപ്പറല്ല പ്ലാസ്റ്റിക്. അപ്പോൾ അത് വേഗം അങ്ങ് ഒട്ടിപ്പിടിച്ച് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് വെച്ച് ഞാൻ ഇത് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി സോപ്പാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഞാൻ ഒരു സോപ്പ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി 3 എണ്ണവും ഇതുപോലെ റാപ്പ് ചെയ്ത് വെക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് 3ഉം ഞാൻ നന്നായിട്ട് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരല്പം കൂടി ഹാർഡായിട്ടിരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സോപ്പ്. പിന്നെ അതിൻ്റെ മണവും കാണും. നമ്മൾ ഈ നാച്ചുറലായിട്ട് മണത്തിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആ മഞ്ഞളിൻ്റെയും റോസ് വാട്ടറിൻ്റെയും ഒരു ചെറിയ സ്മെല്ല് നമ്മുടെ സോപ്പിനുണ്ട്. വേറെ ഒരു മണവും നമ്മുടെ സോപ്പിനില്ല. അപ്പോൾ മണം വേണ്ടവർക്ക് അതിലേക്ക് അതും ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മണവും കൂടി കിട്ടും. അപ്പോൾ ഞാനതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് സോപ്പിട്ടൊന്ന് കഴുകി നോക്കണ്ടേ, ഇത് പതയുന്നുണ്ടോ, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും ഇച്ചിങ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകി നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് നമ്മുടെ സോപ്പ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ മുഖം കഴുകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തിട്ട് നമ്മൾ സാധാരണ സോപ്പിട്ട് കഴുകത്തില്ലേ, അതുപോലെ തന്നെ ഞാൻ സോപ്പൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പതയുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ പതയുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഒരു മഞ്ഞൾ നമ്മൾ ചേർത്തതിൻ്റെ ഒരു മഞ്ഞ കളർ നമ്മുടെ സോപ്പിൻ്റെ പതയ്ക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ മഞ്ഞ നിറം ആവിയോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സോപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു രീതിയിലുള്ള കെമിക്കലും നമ്മൾ ഇതിലിട്ട് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.